எதிர்காலத்தில் வாழ்க்கையில் வெற்றி அடைய வேண்டுமானால் மதிப்பெண்கள் தேவைதான். மதிப்பெண்கள் மட்டும் போதாது. என்னென்ன வேணும் அப்படின்னா, முதல்ல செல்ஃப் கான்ஃபிடென்ஸ், தன்னம்பிக்கை, என்னால் முடியும் அப்படின்னு ஒவ்வொரு மாணவனும் நினைக்கணும். இரண்டாவது, தன்னுடைய இலக்கை நிர்ணயித்து கொள்ள வேண்டும். இன்றைக்கி காலையில் கூட நண்பர் ஒருத்தர் பேசிகிட்டு இருக்கும்போது அவருடைய பையன், நான் கேட்ரிங் தான் படிப்பேன் அப்படின்னு சொன்னான். அவங்க பேரண்ட்ஸ் 2 பேரும் அவனை பிடிச்சி திட்டிகிட்டு இருக்கிறாங்க. நான் சொன்னேன், தயவுசெய்து திட்டாதீங்க, அவனுக்கு என்ன ஆர்வம் இருக்கோ அதை படிக்க சொல்லுங்கள். நான் கோல் செட்டிங்னு சொல்கிறோம். நமக்கு ஒரு இலக்கையை நாம் நிர்ணயித்து கொள்ள வேண்டும். அந்த இலக்கை அடைவதற்காக பாடுபட வேண்டும். உங்களுக்கெல்லாம் தெரியாதுங்க, நம்முடைய இப்போ நிறுவனத்தினுடைய தலைவர் அவர்கள் இலக்கை நிர்ணயித்து கொண்டு அதற்காக எவ்வளோ பாடுபட்டார் 25 ஆண்டுகள் அப்படிங்கிறது எனக்கு தெரியும். அவர் கூட நிறைய பேசியிருக்கேன். இரவு பகலாக உழைத்து அந்த இலக்கை அடைவதற்காக முயற்சி செய்தார். ஏன்னா அந்த வெறி மாணவர்களுக்கு இருக்க வேண்டும், இலக்கை அடைய வேண்டும். அதற்காக தன்னுடைய ஆட்டிடியூட், அணுகுமுறையை உருவாக்கி கொள்ள வேண்டும். இந்த நிகழ்ச்சி முடிந்து பொங்கல் கொண்டாடின பிறகு அவங்க வீட்டில் இருக்கிற டிவி ஆஃப் செய்யுங்கள். ஒரு 2 மாதம் டிவியும் கூட ஆஃப் செய்யுங்க. அதே மாதிரி மொபைலும் கொடுக்காதீங்க. இந்த குழந்தைகளை பொறுத்தவரை 2 மாதத்துக்கு மட்டும் நீங்களும் நம்ம குழந்தைய நீங்களும் நாங்களும் சேர்ந்து எங்கள் நிறுவனத்தில் சேர்ந்து இந்த குழந்தைகளை 100% வளர்ச்சி கொண்டு போட முடியும். കേരളത്തിൻ്റെ തനത് കലാരൂപമായ തെയ്യം തമിഴ്നാട്ടിലെ ഹരൂരിൽ തിരുസൈന ഇന്ത്യൻ പബ്ലിക് മണ്ണിൽ ഞങ്ങൾ ഇത് സമർപ്പിക്കണം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൻ്റെ അതിഥിയുള്ള പാറക്കേട്ടിൽ ഉഗ്രരൂപിണിയാണ് ഭൂതം വസിച്ചിരുന്നു. ഭൂതത്തെ എല്ലാവരും ഭയമും ഇരുപ്പിനും. അതേ ഗ്രാമത്തിൽ ഒരു അമ്മയ്ക്ക് സൗന്ദര്യയായ ഒരു മകൾ ഉണ്ടായിരുന്നു. പഠനത്തിൽ പ്രായമായി പോലെ അമ്മ കുട്ടിയെ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ഒരിക്കൽ കുട്ടിയിൽ അതിശയായ ഭൂതം കുട്ടിയെ വശീകരിക്കുന്നു. സന്ധ്യാനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതെ പരവശയായ അമ്മ കുട്ടിയെ തിരികണിക്കുന്നു. അങ്ങനെ തൻ്റെ കുട്ടിനെ ഭൂതത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടുവെന്ന് അമ്മ തിരിച്ചറിയുന്നു. പല മായവിദ്യയും കാണിച്ച് ഭൂതം അമ്മയെ തിരിച്ചഴിക്കാൻ ശ്രമിക്കുന്നു. കുട്ടിയെ തിരികെയടിക്കാതെ പോതില്ല എന്ന അമ്മയും തർക്കങ്ങൾക്കൊടുവിൽ ഭൂതം അമ്മയോട് ആവശ്യപ്പെടുന്നു, നിന്റെ കണ്ണുകൾ എനിക്ക് ദാനമായി നൽകിയാൽ കുട്ടിയെ ഞാൻ തിരികെ നൽകാം. അമ്മ ഭൂതത്തിൻ്റെ കണ്ണുകൾ നൽകിയിട്ട് ഉണ്ടാവുമോ ഇല്ലയോ? ഭൂതത്തിൽ നിന്നും അമ്മയ്ക്ക് കുഞ്ചിനെ തിരികിട്ട് കാണുമോ ഇല്ലയോ? നമുക്ക് കാണാം. ഭൂതം ദൈവിക സങ്കല്പമായി മാറുന്ന രൂപമാണ് തെയ്യം. ഇതോ കഥ ഉങ്ങൾ മുൻ. ഭൂതപ്പാട്ട് ഓവർ ടു തെയ്യം. നിറമോലും പീലി നെറുകയിൽ ചൂടിയ യദുകുലനാഥൻ ഇന്നു വരും. നിറമോലും പീലി നെറുകയിൽ ചൂടിയ യദുകുലനാഥൻ ഇന്നു വരും. കണ്ണീരിലലിയാത്ത ചുടുകണ്ണീരിലലിയാത്ത എന്റെ ദുഃഖം എന്റെ പൊന്നുണ്ണി കണ്ണന്റെ കാൽക്കൽ ഞാൻ, എന്റെ തിരുവമ്പാടി കണ്ണന്റെ കാൽക്കൽ ഞാൻ, എന്റെ ഗുരുവായൂരപ്പന്റെ കാൽക്കൽ ഞാൻ സമർപ്പിച്ചിടും. തെയ്യം എന്നാൽ കേവലം ഒരു നൃത്തരൂപം മാത്രമല്ല. 800-ലേറെ വർഷങ്ങളായി കേരളീയർ ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് തെയ്യം ഉത്സവം. ഇന്നും കേരളത്തിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി തെയ്യത്തെ വരവേൽക്കുന്നു.
ഭൈരവനാകുന്നേ യോഗിമുദ്ര ധരിച്ച ധൂമേ ഭൈരവനാകുന്നേ ഭീകരഭൂതമതേ കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ കാളി കരാളികളാടണ കാനന കാഹളമേ കാറും പേറണു മൂവണ കാനനനാദമിതേ കരിയേറിയ പൂമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീറ്റണു കാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളിമേലിലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുമ്പും ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാനാടി താടി താളം തെറ്റിക്കേളം വീരൻ തീയിൽ തീരുന്നോ அடுத்த பாடலுக்கு தயாராக இருக்குமாறு கேட்டுக்கொள்கிறோம். மாணவர்களே மிகப்பெரிய ஒரு கைத்தட்டலுடன் மிகப்பெரிய முயற்சி ஐபிஎஸ் குழந்தைகளுடைய முயற்சி வாழ்த்துக்கள். Thank you, children. Really, that was a cultural bonanza feast for our eyes.